ഗുണ്ടൂർക്കാരൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടൊരു സിനിമയാണ്. അന്ന് എനിക്കിതൊരു ബിലോ ആവറേജ് സിനിമയായിട്ട് തോന്നിയെങ്കിലും യൂട്യൂബ് മ്യൂസിക്കിൽ നാ കോസമേ നീ വന്തതി എന്ന സോങ് കേട്ടപ്പോൾ എനിക്കിതൊന്ന് റീവിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. സോ ഗുണ്ടൂർക്കാരത്തിൻ്റെ റീവിസിറ്റിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മഹേഷ് ബാബുവിൻ്റെ പെർഫോമൻസ് എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷമാണ് മഹേഷ് ബാബു ഇത്രയും എനർജറ്റിക് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫീൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ തോന്നിയിട്ടുണ്ട്. പല സെഗ്മെൻറ്റുകളിലും മഹേഷ് ബാബുവിൻ്റെ സ്വാഗും സ്റ്റൈലും ഒക്കെ അത്രയും എൻജോയബിളായിട്ട് വന്നിട്ടുണ്ട്. മഹേഷ് ബാബു ആൻഡ് വെണ്ണല കിഷോർ തമ്മിലുള്ള കോമഡി സെഗ്മെൻറ്റ്സും നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഇത്തരം സെഗ്മെൻറ്റുകൾ വരുന്ന സമയത്ത് സിനിമയ്ക്ക് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മെയിൻലി ഉള്ളതും ആദ്യ ഹാഫിലാണ്. കോമഡി പാർട്ടുകൾ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ആയിട്ട് ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. ആക്ഷൻ സീനുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും മഹേഷ് ബാബുവിൻ്റെ സ്റ്റൈലും സ്വാഗും ഇത്തരം സെഗ്മെൻറ്റുകൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നാ കോസമേ നീ വന്തതി സോങ്ങൊക്കെ പ്ലേസ് ചെയ്യുന്ന സീനിലൊക്കെ നൈസായിരുന്നു. ഇതൊന്നും ആദ്യ വാച്ചിൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല, പക്ഷെ റീവിസിറ്റിൽ അത് നൈസായിട്ട് തോന്നി. അതുപോലെ ജലാറ്റിൻ ബാബ്ജി ഹരിദാസിനെ കാണാൻ പോകുന്ന സീനൊക്കെ ഇതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. തമൻ അങ്ങനെ എപ്പോഴൊന്നും ഒരു ഫുൾ പാക്കഡ് രീതിയിൽ സോങ്സോ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ കിടിലമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ അത് വല്ല ബാലയ്യ സിനിമയോ ത്രിവിക്രം സിനിമയോ ആവണം. ഇതിൽ വൻ ഫോമിലായിരുന്നു. സോങ്സ് കിട്ടു, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അന്യായമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇങ്ങനത്തെ ഒരു സിനിമയിൽ വന്നുപോയി. ഗുണ്ടൂർക്കാരൻ ആദ്യം ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ റീമേക്കായി ഉദ്ദേശിച്ച സിനിമയാണ്. പിന്നെ ലോകേഷ് കനകരാജ്, ലിയോ ചിൻ, എച്ച്ഒയുടെ റൈറ്റ്സ് വാങ്ങിച്ചപ്പോൾ പിന്നെ ആ ഐഡിയ ത്രിവിക്രം ശ്രീനിവാസ് ഡ്രോപ്പ് ചെയ്തു. അതെന്തായാലും നന്നായി എന്ന് പറയാൻ പറ്റില്ല, കാരണം രാജമാണിക്കും റീമേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടെ അതുമാതിരി അതൊക്കെ നടത്തില്ല. ത്രിവിക്രമിൻ്റെ റീമേക്സിൻ്റെ കാര്യം പറയുമ്പോൾ സെയിം അതുപോലെ എടുക്കില്ല, എന്നാലും ഒരു ത്രെഡ് എടുത്ത് അതിൽ തൻ്റെ ചേരുവ കൊടുക്കുന്നൊരു ഡയറക്ടറാണ് ത്രിവിക്രം. ഇവ ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഡ്യൂണിൻ്റെ ബേസ് മാത്രം വെച്ചിട്ടാണ് ഖലേജ് ചെയ്തത്. പക്ഷേ അത് വർക്കായി. ലാർഗോ വെഞ്ച് എടുത്ത് അജ്ഞാതവാസി ചെയ്തപ്പോൾ അത് ഏറ്റില്ല. അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് എടുത്ത് അലവൈ ഗുണ്ടപ്പുറമ്പിലും ആക്കിയപ്പോൾ അത് വർക്കായി. ഫ്രണ്ട്സിൻ്റെ മക്കളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സെയിം സ്റ്റോറി ലൈനുള്ള സിനിമയാണ് അതും. രാജമാണിക്യം ഗുണ്ടൂർക്കാരമാക്കി, പക്ഷേ അത് ചീറ്റിപ്പോയി. ഗുണ്ടൂർക്കാരം എന്ന സിനിമയ്ക്ക് മെയിനായിട്ട് കിട്ടിയ പണി അതിൻ്റെ ഫാമിലി ഡ്രാമ തീരെ കൺവിൻസിങ് ആവാതെ ഒരുക്കിയ കാരണം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പല പ്ലസ്റ്റുകളും വലിയ രീതിയിൽ ഈ സിനിമ എലവേറ്റ് ചെയ്യാത്തത് ഇതിൻ്റെ മെയിൻ മോട്ടീവ് വർക്കാവാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. ത്രിവിക്രം ചെയ്ത ഫാമിലി ഡ്രാമകളിലെ ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയുള്ള ഇവൻറ്റ്സ് മാത്രമുള്ള സിനിമയാണ് അലവൈ ഗുണ്ടപ്പുറമ്പിൽ. പക്ഷേ അതിലൊക്കെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ത്രിവിക്രമിൻ്റെ മാജിക്ക് ഈ സിനിമയിൽ വന്നിട്ടില്ല. എഴുത്തിൻ്റെ പോരായ്മ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഭീംല നായക്, ബ്രോ, ഗുണ്ടൂർക്കാരും ഒരുമിച്ച് ഈ സിനിമകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഗുണ്ടൂർക്കാരത്തിന് കിട്ടിയൊരു പണിയാണെന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഭീംല നായക് എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കുന്ന സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ബ്രോ, ഗുണ്ടൂർക്കാരമൊന്നും അങ്ങനെയല്ല. മേൽ പറഞ്ഞ 2 സിനിമകളിൽ സ്ക്രീൻ പ്ലേ ആയിരുന്നെങ്കിൽ ഗുണ്ടൂർക്കാരത്തിൽ ഡയറക്ഷൻ കൂടി ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുമെന്ന് കരുതുന്നില്ല. പിന്നെ ഗുണ്ടൂർക്കാരൻ ബിലോ ആവറേജായി വന്നതുകൊണ്ട് ത്രിവിക്രം കംബാക്ക് നടത്തില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അജ്ഞാതവാസി പോലെ ഒരു മോശം സിനിമ ചെയ്ത് ഭയങ്കര ക്രിറ്റിസിസം നേരിട്ടപ്പോൾ അരവിന്ദ സമേത വീരരാഘവ ചെയ്ത് ഗംഭീര തിരിച്ചുവരവ് നടത്തിയൊരു ഡയറക്ടറാണ് ത്രിവിക്രം. സോ തിരിച്ചു വരും. ഇതിലും വലിയ ബാക്ക്ലാഷ് മുന്നേ കിട്ടിയിട്ടുള്ളത് കാരണം ഇതൊന്നും ത്രിവിക്രമിനെ അഫക്റ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. ഗുണ്ടൂർക്കാരത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.